പതിയെ എൻ്റെ അടുത്ത് ഇരുത്തു ആകാശ്. ആകാശ്, ഇടയ്ക്ക് വെച്ച് ഇനി ഒന്നും സംസാരിക്കരുത്. ഞാൻ ആത്മാവിനോട് ഇപ്പൊ സംസാരിക്കാൻ പോവാണ്. എന്തിനാണ് വിളിക്കുന്നത്? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? എന്തിനാ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയത്? അനാവശ്യമായി എന്തിനാ പെൺകുട്ടിയെ ശല്യം ചെയ്യണ? ആരെ കൊല്ലാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? 3 പേര്. ആ 3 പേരെ എനിക്ക് കൊല്ലണം. എനിക്ക് എന്റെ പ്രതികാരം. അവര് 3 പേര് രാക്ഷസന്മാരാണ്. ചോദിച്ചത് ആരാണെന്ന്? പറ, നിനക്ക് ഈ അവസ്ഥ വന്നതിന്റെ കാരണം എന്താണ്? പറ. ഞാൻ ഈ ഗ്രാമത്തിൽ എന്റെ മുത്തശ്ശിനൊപ്പാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് രവി എന്ന ഒരാള് വന്നു. കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും കണക്കൊന്ന് നോക്കിയാലോ ഇപ്പോ? അത് എളുപ്പത്തിൽ പഠിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞു തരാം. 2 2 ചേർന്നാൽ എന്തു വരും? 2 4. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks. Isn't that spitting slow, spitting fast? I could roast, I could gas, think I'm okay at last. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ. ഇനി മുതൽ ഇവരായിരിക്കും നിങ്ങൾക്ക് കണക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? എല്ലാവരും ടീച്ചറിന് നമസ്കാരം പറയും. ഇത് പിടിച്ചോ, നിങ്ങൾ തുടങ്ങിക്കോളൂ. കുട്ടികളെ, ഈ പാഠം ഞാൻ പഠിപ്പിച്ചു തരാട്ടോ. അപ്പോഴും നിങ്ങളെ മനസ്സിൽ പതിയൂ. ടീച്ചറെ, പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്. ഒരു വട്ടം പോലും നീ വന്നില്ലേ? എന്താ മോനെ, നിനക്ക് മാത്രം വന്നു അല്ലേ? ഇങ്ങനെ മണ്ണും ചാരും എന്നവൻ പെണ്ണിനെയും കൊണ്ട് പോയാ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? നീ ആരെന്ന് വിചാരിച്ചിട്ടാ സംസാരിക്കുന്നത്? കഷ്ടപ്പെട്ട് ഞാനിവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോ നീ ആരെയാ കളിയാക്കുന്നെന്നാണോ ചോദിക്കുന്നത്? എന്റെ പാട്ടൊക്കെ നിനക്ക് കളിയാക്കുന്ന പോലെ ഉണ്ടോടാ? നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് നിനക്കൊന്നും തരാൻ പറ്റില്ല. പോടാ അവിടെന്ന്. കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ നീയൊക്കെ മിണ്ടുവല്ലേ? നീ എന്നെ നോക്കിയാണോ പറഞ്ഞേ? നീ വാനു.
മോളെ, അമ്മാവൻ എപ്പോഴാ കഞ്ഞി ഒഴിക്കുന്നത്? എന്താ അളിയാ, നിന്റെ അനിയത്തിക്കൊരു മൈൻഡൊന്നും ഇല്ലല്ലോ. നാട്ടിലുള്ളവരെല്ലാരും എനിക്ക് അനിയത്തിമാരാണെ പിന്നെ ഞാനൊക്കെ എന്ത് ചെയ്യോടെ? ഏയ് വിട്ടേക്കടാ. അതെങ്ങനെ വിടാനാ? അവളെ കണ്ടാ തന്നെ എനിക്ക് എന്തോ പോലെ ഒരു ഫീൽ. കണ്ടില്ലടാ, അവന് വലിക്കുന്നതിന് മുമ്പേ ഇത് തന്നെ. ഇതാരാടാ പുതിയൊരാള്? ഈ പ്രാവശ്യമെങ്കിലും എന്നെ അളിയാന്ന് വിളിക്കല്ലേടേ. ഇവളെ ഒന്നും കണ്ടിച്ച് എനിക്ക് ചേട്ടനാവാൻ തോന്നുന്നില്ല. എന്നെ വെറുതെ വിട്ടേ കളിയാ, എനിക്ക് ഇതിനെ വേണമെന്നേ. അതൊക്കെ വീട് പോരെ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് തന്നെ ഇതിനെ ഒരു വഴിയാക്കാം. നിങ്ങളെ ഞങ്ങളെ പറ. സംസാരിക്കാൻ പറ്റാത്തപ്പോഴേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ നീ എന്തൊക്കെ കാണിക്കും. ഞങ്ങളെന്ന് കുറച്ചു നേരമായിട്ട് പറഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പൊ എന്താ ഒന്നും മിണ്ടാത്തേ? ദിനേശൻ, ഗുരു വന്നിട്ടുണ്ട്. സ്വാമി നമസ്കാരമുണ്ടേ. നമസ്കാരം ഇരിക്കട്ടെ. ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണ? ഇല്ല ഗുരു, അത് പിന്നെ ഞങ്ങള് വന്ന്. നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അവളോട് പോവാൻ പറ. നീ ഇപ്പൊ പോ, നിന്നെ ഞാൻ പിന്നെ വച്ചേക്കാം. പിന്നൊരു കാര്യം, അർദ്ധരാത്രിയിൽ പൂജ വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി നടക്കാതെ പൂജയ്ക്ക് എത്തിക്കൊള്ളണം. വന്നേക്കാം. നമ്മുടെ സമയം തന്നെ. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഇയാള് വരത്തുള്ളൂ, വെറുതെ. നമ്മളോട് ഇപ്പൊ എന്തിനാണ് അയാൾ വരാൻ പറഞ്ഞത്? പോവാം, അപ്പോഴല്ലേ അറിയുള്ളൂ. ഗുരു നമസ്കാരം. നമസ്കാരം സ്വാമി. പറഞ്ഞതെല്ലാം ചെയ്തല്ലോ? ചെയ്തു ഗുരു. ശരി, ഇരിക്കൂ. ഇരിക്കേ. എന്തിനാ കുട്ടീനെ കളിയാക്കിയത്? ഞങ്ങള് കളിയാക്കിയൊന്നുമില്ല. നുണ പറയാൻ പാടില്ല. നമ്മളിപ്പോൾ തൊഴുന്നത് പെൺദൈവത്തിനെയാണ്. സ്ത്രീകളെ അപമാനിച്ചാൽ നമുക്കതിന്റെ ഫലം കിട്ടില്ല. എല്ലാ സ്ത്രീകളും നമ്മൾ ദേവിയായി തന്നെ കാണണം. പക്ഷെ നമ്മളെല്ലാരും പെണ്ണുങ്ങളെല്ലാം ബലി കൊടുക്കുന്നത്. അത് പൂജയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്തിന്? കർത്തവാവിന് നമ്മൾ കന്യയെ ബലി അർപ്പിക്കണം. അതിനൊരു തടസ്സവും വരാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ബലിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തില്ല ഗുരു. പൂജയ്ക്ക് വരുന്ന സ്ത്രീകളോട് തെറ്റായി പെരുമാറാൻ പാടില്ല. മന്ത്രതന്ത്രങ്ങൾക്ക് മര്യാദ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് വിചാരിച്ചാലും അത് നമ്മുടെ കൈക്ക് വന്ന് ചേരൂ. അളിയോ, സൈഡ് ഡിഷ് ഒന്നും ഇല്ലേ? സൈഡ് ഡിഷ് ഇപ്പൊ തരാം. മിണ്ടാതെ അവിടെ ഇരുന്ന് കുടിക്ക്. സാമിയോ, നിനക്ക് മന്ത്രമൊക്കെ അറിയാവുന്നല്ലേ? രണ്ടെണ്ണം എടുത്തങ്ങ് പറ, അല്ലെങ്കിൽ നീയൊന്നും സാമി ആവത്തില്ലെന്ന് ഞാനങ്ങ് ശപിക്കും. എന്താളേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, അവൻ പറഞ്ഞത് ശരിയാ. അവൻ ശപിക്കൂ. എന്തെങ്കിലുമൊക്കെ പറ. നീ കാണുന്നുണ്ടോ? നീ നോക്ക്, നീ കണ്ടില്ലേ? അവള് വരുന്നത് കണ്ട? ഇല്ല, ഞാൻ വീഴില്ല. ഇത് അവളാണല്ലേ? ഞാനൊന്ന് അടുത്ത് പോയി
സ്വാമി തന്നെ, നീയൊക്കെ സ്വാമി തന്നെ. നോക്കടാ, അവള് തന്നെ അല്ലേ? അവള് തന്നെ. ഞാൻ നോക്കട്ടെ, പുറകിൽ നിന്ന് നോക്കിയാ ചെലപ്പോ ഇവള് തന്നെ. അവള് തന്നെ. ഇവർ സന്തോഷമായിരിക്കണമെങ്കിൽ നീ കഷ്ടപ്പെടരുത്. അതുകൊണ്ട് നീ തന്നെ നിന്റെ ബോധം നഷ്ടപ്പെടുത്ത്. ഇവൾക്ക് ബോധം വന്നിട്ട് നമ്മളുടെ പേര് ആരെങ്കിലും പറഞ്ഞ എന്റെ മന്ത്രത്തിൽ മയങ്ങിയവളാണ്. നമ്മളാണ് നശിപ്പിച്ചതെന്ന് ഇവൾക്ക് തന്നെ അറിയില്ല. ഇവളീ കാട്ടിലേക്ക് വന്നത് വേറെ ആരും അറിയാൻ പാടില്ല. ഇവളെ എടുത്ത് നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാം. എന്തു പറയുന്നത്? ആ എടുക്ക്. വാ, എടുക്ക് എടുക്ക്. നോക്കി ഞാൻ പഠിച്ചോളൂ. ആരും കാണരുത്. പോ. ആ ശരി.